കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ വയലറ്റ് മില്യൺ ബെൽസിനെ വെട്ടിക്കൂട്ടിയത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ പണിയാൻ പോകുന്നത് ഈ ഒരു പിങ്ക്, വൈറ്റ്, യെല്ലോ മിക്സായിട്ട് വരുന്ന ഈ ഒരു മില്യൺ ബെൽസിലാണ് കേട്ടോ. കാണുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാകുന്ന തോന്നുന്നില്ലെങ്കിലും ഇതിൽ നന്നായിട്ട് പെസ്റ്റിൻ്റെ അറ്റാക്ക് ഉണ്ട്. ലീവ്സൊക്കെ ഇങ്ങനെ കേളി ആയിട്ടാണ് ഇതിൻ്റെ ഈ ഒരു പ്ലാന്റിൽ ഇരിക്കുന്നത്. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെയും കേടായ പോർഷൻസൊക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ മണ്ണും സ്റ്റെമ്മും ചേരുന്ന ഭാഗത്തുള്ള ഉണങ്ങിയ ലീവ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഈ ലീവ്സ് ഇങ്ങനെ ഉണങ്ങി അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ വെള്ളം വീഴുമ്പോൾ ആ ഒരു ലീഫ് അഴുകി അവിടെ സ്റ്റെം ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു മില്യൺ ബെൽസ് പ്ലാന്റ് ഇരിക്കുന്നത് ജിഫി ബാഗിലാണ്. എനിക്ക് കിട്ടിയത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഞാൻ റിപ്പോർട്ട് ചെയ്ത് കേട്ടോ. അങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്കിങ്ങനെ മില്യൺ ബെൽസ് പിടിച്ച് കിട്ടിയിട്ടുള്ളത്. നമ്മൾ നഴ്സറി മണ്ണും തുറന്ന് ജിഫി ബാഗ് തുറന്നെടുത്തപ്പോൾ എനിക്ക് ഫെയിലായി പോവുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൾക്കാരും ഉണ്ട്, പക്ഷേ എനിക്ക് ആ ഒരു മെത്തേഡ് സക്സസ് ആവാറില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മില്യൺ ബെൽസിൻ്റെ സെയിൽ നമുക്കില്ല കേട്ടോ. നമുക്ക് എൻക്വയറി വരുന്നുണ്ട്. നമ്മൾ മില്യൺ ബെൽസിൻ്റെ പ്ലാൻസ് ഇടുമ്പോൾ എൻക്വയറി വരുന്നുണ്ട്. നമ്മൾ നിലവിൽ മില്യൺ ബെൽസും പെറ്റൂണിയയും ഇപ്പോൾ സെയിൽ ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ കട്ടിങ്സൊക്കെ വെച്ചിട്ടുണ്ട്. ആവുകയാണെങ്കിൽ നമ്മൾ സെയിൽ പോസ്റ്റ് ഇടും. സെയിൽ പോസ്റ്റ് വഴിയായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ യൂട്യൂബിലായിരിക്കും വീഡിയോ ഇടുന്നത്. അങ്ങനെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. പിന്നെ മിനിയേച്ചറിൻ്റെ കട്ടിങ്സ് ചോദിക്കാറുണ്ട്. മിനിയേച്ചറും നമുക്കിപ്പോൾ അവൈലബിൾ അല്ല കേട്ടോ. നമ്മളതിലിപ്പോൾ കട്ടിങ്സ് ഒന്നും അവൈലബിൾ ആയിട്ടില്ലാത്തത് കൊണ്ടാണ് വീഡിയോ ഇടാത്തത്. നമ്മുടെ ഈ മില്യൺ ബെൽസിൻ്റെ ലീഫ് കണ്ടോ, ഇങ്ങനെ ചുരുണ്ടിരിക്കുന്നത് കണ്ടോ, അതിലൊരു പെസ്റ്റ് അറ്റാക്ക് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. നമുക്കിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഇതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ എന്തോ ഒരു സാധനം മൂവ് ചെയ്ത് പോകുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അതൊരു പെസ്റ്റ് അറ്റാക്കാണ് കേട്ടോ. ഒരു പെസ്റ്റ് അതിൻ്റെ അടിയിൽ പിടിച്ചിട്ടാണ് ലീഫിനെ ഇങ്ങനെ കേളിയാക്കി വെക്കുന്നത്. കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്ത മില്യൺ ബെൽസിൻ്റെ ലീഫ് ഇത് ഇതുപോലെ പെർഫെക്റ്റായിട്ട് ഇങ്ങനെ എന്താ സാധാ ലീഫ് പോലെ ഇങ്ങനെ നിവർന്ന് തന്നെ ഇരിക്കും. ഇതിൽ നന്നായിട്ട് പെസ്റ്റ് അറ്റാക്ക് ഉണ്ട്. ഞാൻ പെസ്റ്റിസൈഡ് കൊടുത്തതാണ് കേട്ടോ, പക്ഷെ എന്നിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒന്നുകൂടി ഇനിയൊന്ന് പെസ്റ്റിസൈഡ് അടിക്കണം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് നേരെയാവുമെന്ന് നോക്കട്ടെ. എന്തായാലും ഒരു വട്ടം കൊടുത്തിട്ട് ഓക്കെ ആയിട്ടില്ല. പിന്നെ മില്യൺ ബെൽസിലും പെറ്റൂണിയയിലും ഒക്കെ നമ്മൾ ഫംഗിസൈഡും പെസ്റ്റിസൈഡൊക്കെ കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാൻ. എപ്പോൾ വേണോ ആ വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ നിന്ന് പോവാൻ കേട്ടോ. ഞാൻ ഹോലാപ്പ് ഡൈല്യൂട്ട് ചെയ്യാതെ സ്പ്രേ ചെയ്തപ്പോൾ എൻ്റെ ഒരു 2-3 ടൈഡൽ വേവിൻ്റെ റെഡ് പെറ്റൂണിയാണ് പോയത്. ഇത് വേറൊരു മില്യൺ ബെൽസാണ് കേട്ടോ. ഇത് പുതിയ കളർ യെല്ലോ മില്യൺ ബെൽസാണ്. ഇതിൻ്റെ സ്റ്റെമ്മിൽ ഇതുപോലെ നന്നായിട്ട് വെള്ള പാച്ചസ് പോലെ ഇങ്ങനെ ഇൻസെക്റ്റ് പറ്റി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ ഇതിൽ കുറച്ച് പണിയുണ്ട്. അതുകൊണ്ട് ഇത് ഞാനിപ്പോൾ തൊടുന്നില്ല കേട്ടോ. ഇതിനി അടുത്ത ദിവസത്തേക്ക് മെയിൻ്റനൻസ് വഴി മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മുടെ പിങ്ക് വൈറ്റിൽ കുറച്ചുകൂടെ പണി ബാക്കിയുണ്ട്. അതിലൊരു പെസ്റ്റിസൈഡ് കൊടുത്താൽ മാത്രമേ നമുക്കിനി ആ ഒരു പ്ലാന്റിനെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അതെന്തായാലും അടുത്ത വീഡിയോയിൽ ഇടാവേ.